കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാലിന്റെ എല്ല് സീനിയർ വിദ്യാർത്ഥികൾ തല്ലിയൊടിച്ചു. പള്ളിക്കുര സ്വദേശി വിശാകൃഷ്ണയുടെ കാലാണ് ഒടിഞ്ഞത്. ഫെബ്രുവരി 23-ന് ടർഫിൽ ഫുട്ബോൾ കളി കാണാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. എന്താണ് സംഭവിച്ചതെന്ന്? കൂട്ടിക്കൊണ്ടായിട്ട് പോയിട്ട് അടിച്ചിട്ടിട്ട്. എന്നാ സംഭവിക്കുന്നത്? 23 ഞായറാഴ്ച വൈകുന്നേരം. എങ്ങനെയായിരുന്നു? കൂട്ടിക്കൊണ്ടായി അവിടെ കുറച്ച് മുമ്പിൽ അടിക്കാൻ തുടങ്ങി. വേക്കുന്ന മുമ്പ് അടിച്ചിട്ട് കുണ്ടിലേക്ക് പറഞ്ഞു. കുണ്ടിലേക്ക് ചവിട്ടിയിട്ടു. ടർഫിൽ കളിക്കാൻ പോയതായിരുന്നു. ആ. എന്തുകൊണ്ടാണ് അവർ അടിക്കുന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും അറിയായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ നേരത്തെ പരിചയമുള്ള ആൾക്കാരായിരുന്നു? ആ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. വിശാഖൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. നേരത്തെ അങ്ങനെ കണ്ടുപിടിച്ചുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. കാരണം എന്തിനാണ് മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് മർദ്ദിക്കുന്നത് എന്നുള്ള ധാരണയൊന്നും തന്നെയില്ല. ടർഫിൽ കളിക്കാൻ പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് കുട്ടികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. പിന്നീട് 6 അടിയോളം താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് കുട്ടിയെ തള്ളിയിടുകയായിരുന്നു. പുറത്തും കൈക്കും കാലിലുമൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷാകാലം കൂടിയാണ്. ഇപ്പോൾ പരീക്ഷ പോലും എഴുതാൻ കഴിയാത്ത ആ ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടി ഇപ്പോൾ കിടപ്പിലായത് എന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയും. ചേച്ചി, എങ്ങനെയായിരുന്നു ഇതെപ്പോഴാണ് അറിയുന്നത് എങ്ങനെ അപകടം പറ്റിയത്? 23-ാം തീയതിയാണ് ഒരു വൈകുന്നേരം ഞാൻ കാഞ്ഞങ്ങാടേക്ക് പോകുന്നുണ്ടായത്. അപ്പോൾ ഭർത്താവിൻ്റെ ഫോണിൽ ഒരാൾ വിളിച്ചു, കുട്ടിക്ക് ഇങ്ങ് ടർഫിൻ്റെ അടുത്തേക്ക് വരണമെന്ന്, കുട്ടിക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞാൽ ഞാൻ കളി നോക്കിയതേ ഉള്ളൂ, കളിക്കാൻ വന്നിട്ടില്ല. 9ാമത്തെയും 10ാമത്തെയും കുട്ടികൾ കളിക്കുന്നുണ്ടായത്. അവർ തമ്മിൽ തല്ലായി. ആ തല്ല നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വീട്ടിലേക്ക് വരങ്ങിയുമ്പോൾ ഒരാൾ ഇവൻ്റെ ആ സ്കൂൾ പഠിക്കുന്ന തന്നെ ഒരു കുട്ടി തോളിൽ കൈയിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വാ, അതിലെ പോകണ്ട, അതിലെ പോലീസ് വരും. അപ്പോൾ കുട്ടി പറഞ്ഞോലോ പോലീസ് വന്നോട്ട്, ഞാൻ തല്ലിനൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഒരു പ്രശ്നത്തിനില്ലല്ലോ, പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അല്ല നമുക്ക് ഇതിലെ പോകാന്നിട്ട് കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോയല്ലോ. അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് പുറകിൽ നിന്ന് തലക്കും അടിച്ചു, പുറത്തേക്ക് അടിച്ചു, കുറേ തല്ലിയിട്ട് ലാസ്റ്റ് അവിടുന്ന് ഒരു വരമ്പിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടിട്ട് കാലിൻ്റെ 2 എല്ല് പൊട്ടി. ഓപ്പറേഷൻ കഴിഞ്ഞു. ആ പൊട്ടിയ സമയത്ത് ഈ കുട്ടികൾ ചിരിച്ചുകൊണ്ടാണ് പോയത്. കുഞ്ഞാടെ വേദന എടുത്തിട്ട് കരയുമ്പം ഈ കുട്ടികൾ ചിരിച്ചോട് പോയി. നാട്ടുകാരെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെയുള്ള ഒരു നാട്ടുകാരെൻ്റെ കുഞ്ഞെ നിന്ന സമയത്ത് ചീത്ത വിളിച്ചിട്ട് മുഖത്തേക്ക് അടിച്ചിട്ടുണ്ട്. കണ്ടാലറിയും മോന് വന്നിട്ട് എന്നെ തച്ചിനമ്മയെന്ന് പറഞ്ഞു ഒരു കണ്ടാലറിയുന്ന ഒരു നാട്ടുകാരൻ. പരീക്ഷാക്കാലത്താണ് ഇങ്ങനെയൊരു ദുരന്തം ഈ കുട്ടിക്ക് ഉണ്ടാകുന്നത്. സാധാരണയായി കളിക്കളത്തിലെ ചെറിയ തർക്കങ്ങളൊക്കെ തന്നെ രമ്യതയിൽ പരിഹരിക്കേണ്ട, മാതൃക കാണിച്ചു കൊടുക്കേണ്ട മുതിർന്നവർ പോലും നോക്കി നിൽക്കുകയാണ് കുട്ടികൾ ഇത്തരത്തിൽ നിസ്സഹായനായ ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ അതിക്രൂരമായി ആക്രമിച്ചത് എന്നത് അത്യധികം വേദനാജനകമായ ഒരു കാര്യമാണ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.